ഞാൻ ആക്ച്വലി ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇവിടെ ഫോട്ടോസൊക്കെ നോക്കി പെട്ടെന്ന് ഞാൻ രണ്ടാമത് തിരിഞ്ഞു നോക്കി. അത് ഞാൻ എടുത്ത് ചോദിച്ചത് ഈ ഫോട്ടോ ക്രിസ്ത്യാനോ റൊണാൾഡോൻ്റെ ഒരു ഫോട്ടോ അതേപോലെ വെച്ചിട്ട് അന്ന് ഇതേമാതിരി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കമൻറ്റിൽ ഒരുപാട് പേര് ക്രിസ്ത്യാനെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ക്രിസ്ത്യാൻ്റെ ബ്രദർ ആരോ ആണ് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അത് ഡയറക്റ്റായിട്ട് ക്രിസ്ത്യാനെ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ കണ്ടിട്ടുണ്ടായിരുന്നു. പൃഥ്വിരാജ് അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മീൻസ് സ്റ്റോറി കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പൃഥ്വിരാജിൻ്റെ അമ്മ അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ താഴെ, അതായത് നമ്മളിപ്പോൾ ചെയ്ത് കൊടുത്തേക്കുന്ന പൃഥ്വിരാജിൻ്റെ ഒരു ഫോട്ടോൻ്റെ താഴെ ആളെ വൈഫ് കമൻറ്റും ചെയ്തിട്ടുണ്ട്. കാരണം എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ സോഷ്യൽ മീഡിയയാണ് സത്യം പറഞ്ഞാൽ എന്നെ ഇതുവരെ എത്തിച്ചേക്കുന്നതും നല്ല നല്ല മെമ്മറീസ് തന്നേക്കുന്നതും. ഇനിയും ഇൻഷാ അല്ലാഹ് ഒരുപാട് കാര്യങ്ങൾ. ഓക്കെ, കാരണം ഇപ്പോൾ ഒരുപാട് കണക്ഷൻസ് വന്നു. ഇന്ന് 2026 എത്തി നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 5-6 വർഷമായിട്ടുണ്ടാകും. ഇപ്പോൾ ബാക്കിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അന്ന് അത്രയും ഹാർഡ് വർക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചുള്ള റിസൾട്ട് അൽഹംദുലില്ലാഹ് എത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ ഷൈനികത്തിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് ആളെ മാനേജറാണ് എനിക്ക് കോൺടാക്റ്റ് ചെയ്തത്. നമ്മുടെ ഇൻബോക്സിൽ ഒരാൾ വന്നിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു കൊച്ചിൻ സാറിൻ്റെ ഫോട്ടോ ചെയ്ത് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയായിരുന്നു നമ്മളത് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അത് നമ്മൾ അപ്ലോഡ് ചെയ്തു. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റീച്ചിലോട്ട് അത് എത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അതിൻ്റെ താഴെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഇത് നേരെ ഡയറക്റ്റായിട്ട് അവർക്ക് കൊടുത്തൂടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, കാരണം നമ്മൾ മുന്നേ അപ്പോൾ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോസ് കാര്യങ്ങൾ അവിടെ സൈഡിൽ കൊടുക്കാം. നിങ്ങൾ തന്നെ ജസ്റ്റ് നോക്കിയാൽ മതി. അതിന് തന്നെ പോയി സലാം കൊടുത്തു. ഒരുപാട് സന്തോഷം കൊണ്ട് ആ മക്കൾ കൊടുത്തു. ഇപ്പോൾ തന്നെ കൊച്ചനീഫ സാറിൻ്റെ മകള് ഒരു കുറച്ച് ചോക്ലേറ്റ് ആയിട്ട് എനിക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, കഴിച്ചോളെന്ന് പറഞ്ഞു. ഇന്നലെ മലപ്പുറത്തുനിന്ന് ഇവിടെ വന്ന ഒരു ആർട്ടിസ്റ്റാണ് റബീഹ് എന്ന് പറഞ്ഞ് അവർ ചെയ്ത ഒരു പടമായിരുന്നു. അനീഫ് ഖാനും കൂടിയും ഉൾപ്പെടുത്തിക്കൊണ്ട് നന്നായി ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇവിടെ ഫോട്ടോസൊക്കെ നോക്കി പെട്ടെന്ന് ഞാൻ രണ്ടാമത് തിരിഞ്ഞു നോക്കി. അത് ഞാൻ എടുത്ത് ചോദിച്ചത് ഈ ഫോട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ. റബീഹ് പാറമൽ നൈസ്. ഇവിടെ ഒരു ഫ്രെയിം ഇരിക്കുന്നുണ്ടല്ലോ. ഇത് ഇന്ന് വൈകിട്ട് വന്നായിരുന്നു. ഒരു മലപ്പുറത്തുനിന്ന് അനീഫ് ഖാന്റെ കുടുംബത്തെ കാണാനായിട്ട് ഒരു റബീഹ് നാട്ടിലൊരു വ്യക്തി വന്നായിരുന്നു. ഒരുപാട് സന്തോഷം കൊണ്ട് ആ മക്കൾ കൊടുത്തായിരുന്നു. അയ്യോ, അവർക്ക് സത്യം ഭയങ്കര മനസ്സിനറിയില്ല. കാരണം ഞാനിത് മനസ്സിലാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ എല്ലാവർക്കും ഹനീഫ് കെ ചേർത്ത് വെച്ചിട്ടുണ്ട്. പല ഫോട്ടോസിലും ഹനീഫ് കെ ചേർത്ത് വെച്ചതാണ്. കാരണം അവർ അത്രയും ആഗ്രഹിച്ചതാണ് അവരൊരുമിച്ച് ഉണ്ടാവണം എന്നുള്ളത്. ശരി, അതല്ലേ ഒരു ഹായ്. ഇന്നത്തെ വീഡിയോ നമ്മൾ ഇന്നലെ കൊച്ചിയിൽ പോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ചിലപ്പോൾ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. ഇൻസ്റ്റാഗ്രാമിലാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ലോങ് വീഡിയോസ്. ഇവിടെ ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണാം. അതല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു പേജിൽ തന്നെ, അതല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനലിൽ തന്നെ നിങ്ങൾ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ലോങ് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ ഒരു ഫ്രെയിം ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ. അപ്പോൾ എൻ്റെ ഈ ബാക്കിൽ കാണുന്ന ഈ ഒരു ഫോട്ടോസാണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, കൊച്ചിനീഫ സാറിന് അവരുടെ ഫാമിലി ആയിട്ടുള്ള ഒരു ഫോട്ടോസാണ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്നെ ആദ്യം ഇതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇൻബോക്സിൽ ഒരാൾ വന്നിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു കൊച്ചിനീഫ സാറിൻ്റെ ഫോട്ടോ ചെയ്ത് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയായിരുന്നു നമ്മളത് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അത് നമ്മൾ അപ്ലോഡ് ചെയ്തു. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റീച്ചിലോട്ട് അത് എത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അതിൻ്റെ താഴെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഇത് നേരെ ഡയറക്റ്റായിട്ട് അവർക്ക് കൊടുത്തൂടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, കാരണം നമ്മൾ മുന്നേ അതുപോലെ തന്നെ ഒരുപാട് സെലിബ്രിറ്റീസ് വർക്ക് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഹനാൻ ഷാ കാണുന്നുണ്ടെങ്കിലും, പിന്നെ അതേപോലെ തന്നെ MA യൂസുഫലി സാറ്, പിന്നെ അതേപോലെ തന്നെ പൃഥ്വിരാജ്, ഷൈനികം, പിന്നെ സി കേരളൻ ചാനൽ, ശോഭ ചേച്ചിക്കൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു വർക്ക് കാര്യങ്ങളൊക്കെ. പക്ഷേ സി കേരളൻ ചാനൽ അതൊക്കെ അവർ ഡയറക്റ്റായിട്ട് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ സി കേരളൻ ചാനൽ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ രാജസ്ഥാൻ റോയൽ. ഓക്കെ, അപ്പോൾ അവർ ഇതേപോലെ തന്നെ നമ്മുടെ വർക്ക് അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലുള്ള വർക്കുകൾ ഞാൻ ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ ഡയറക്റ്റായിട്ട് അവരെ പോയി മീറ്റ് ചെയ്യുക അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനൊരു കമൻറ്റ് വന്നപ്പോൾ എനിക്ക് ഞാൻ വിചാരിച്ചു, എന്നാൽ പിന്നെ നമുക്കത് പോയി കൊടുക്കാം. കാരണം എനിക്ക് ഇങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു, ഇതുപോലുള്ള സെലിബ്രിറ്റി വർക്കുകൾ ചെയ്യുന്ന സമയത്ത് ഡയറക്റ്റായിട്ട് ഇനി മുതൽ അങ്ങോട്ട് അവർ മീറ്റ് ചെയ്യണം. ഒക്കെ നല്ല നല്ല വീഡിയോസ് നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നല്ല നല്ല വീഡിയോസുകൾ വരുന്നതായിരിക്കും. അതായത് ഇപ്പോൾ MA യൂസുഫലി സാറെ കാണാൻ ഒരു ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ വീഡിയോസൊക്കെ മാക്സിമം ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യാൻ നോക്കാം. ഓക്കെ, കാരണം അവരുടെ പെർമിഷൻ കാര്യങ്ങളൊക്കെ വേണമല്ലോ. അപ്പോൾ നമ്മുടെ മുന്നേ നമ്മൾ വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വർക്ക് നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണെന്നുണ്ടെങ്കിലും, നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് ഈ ഒരു വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ ഷോർട്സിൽ നിങ്ങൾ
പോയി കഴിഞ്ഞ് നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാം. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ MU സുനിൽ സാർ നമ്മൾ വർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നു. മാത്രമല്ല MU സുനിൽ സാറിന് അത് കൊടുത്തേക്കുന്ന ആ ഒരു ഫ്രെയിം അവർക്ക് കൊടുത്തേക്കുന്ന ഫോട്ടോസ് കാര്യങ്ങളും വീഡിയോസൊക്കെ അതിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കൊച്ചിൻ നിഫ സാറിൻ്റെ വീടിനെ പറ്റിയും പിന്നെ അതേപോലെ തന്നെ നമ്മളൊരു സാധാരണ ഒരു എഡിറ്ററിനെ സംബന്ധിച്ച് അവരുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. കാരണം ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. പിന്നെ കൊച്ചിൻ നിഫ സാറിനെ നിങ്ങൾക്ക് ഞാൻ വിശദീകരിച്ച് തരേണ്ട ഒരു ആവശ്യമില്ലല്ലോ. ആളെങ്ങനെയായിരുന്നു എന്നും ആൾ എത്രത്തോളം ഉയരങ്ങളിൽ എത്തിയേക്കുന്ന ഒരാളാണെന്നും ഞാൻ വിശദീകരിച്ച് തരേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ മാറ്റമൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ അവിടെ പോയി എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പറയുന്നത്. ഞാൻ ഇവിടെ മലപ്പുറം കോട്ടക്കൽ ഭാഗത്താണ് എൻ്റെ വീട് വരുന്നത്. ഇവിടുന്ന് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ വീഡിയോസ് ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഫോട്ടോസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല റീച്ചിൽ അത് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസിലാണ് ഇങ്ങനെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഇത് ഡയറക്റ്റായിട്ട് അവർ കൊടുത്തൂടെ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഞാൻ കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ പോയിരുന്നത്. അങ്ങനെ ഞാൻ കൊച്ചിൻ നിഫ സാറിൻ്റെ അളിയനും ആ ഒരു പോസ്റ്റിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഡയറക്റ്റായിട്ട് കോൺടാക്റ്റ് ചെയ്തു. അപ്പോൾ വിശദീകരിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. ഓക്കെ, നമ്മളിങ്ങനെ വർക്ക് കാര്യങ്ങൾ ചെയ്ത് കൊടുത്ത് അവർക്കും അറിയാം ഇതാണ് ആ ഒരു ആർട്ടിസ്റ്റ് എന്ന് അവർക്കും അറിയായിരുന്നു. അപ്പോൾ ഞാൻ നേരെ അവരോട് ഡയറക്റ്റായിട്ട് സംസാരിച്ചു. ഇങ്ങനെ ഒരു വർക്ക് ഞാൻ അവിടെ പോയിട്ട് തന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ അപ്പോൾ തന്നെ സ്പോട്ടിൽ തന്നെ എനിക്ക് നമ്പറും തന്നു. ആ ഒരു നമ്പർ അവർ സേവ് ആക്കുകയും ചെയ്തു. അവരുടെ സ്റ്റാറ്റസ് കാര്യങ്ങളെല്ലാം എനിക്കിപ്പോൾ കാണാനും പറ്റുന്നുണ്ട്. കാരണം എന്താ പറയുക, നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. ഞാൻ അവിടെ എത്തുന്നത് വരെ എല്ലാ കാര്യങ്ങളും അവർ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. റബി എവിടെ എത്തി, ഓക്കെ കുഴപ്പമൊന്നും ഇല്ലല്ലോ. കാരണം എല്ലാം അവർ ചോദിച്ചറിഞ്ഞിട്ടായിരുന്നു ഞാൻ അവരുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് എനിക്ക് തോന്നുന്നു 4 മണിക്കൂറായിട്ട് യാത്ര ഉണ്ട്. ഓക്കെ, മലപ്പുറം കോട്ടക ഭാഗത്തു നിന്ന് അങ്ങനെ അവിടെ എത്തി. പാലാരിവട്ടമാണ്, കൊച്ചി പാലാരിവട്ടത്താണ് അവരുടെ വീട് വരുന്നത്. അപ്പോൾ ഞാൻ നേരെ അവിടെ എത്തിയത് എനിക്ക് തോന്നുന്നു ഒരു 11:15 ആ ഒരു സമയത്താണ് ഞാൻ പാലാരിവട്ടം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ഗൂഗിളിൽ നോക്കി അടുത്തത് സ്റ്റുഡിയോസ് ഉണ്ടോ, കാരണം നമുക്കിത് ഫ്രെയിം ചെയ്യണം. ഞാനിത് സോഫ്റ്റ് കോപ്പി ആയിട്ടാണ്, ഫോണിലാണ് സോഫ്റ്റ് കോപ്പി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഹാർഡ് കോപ്പി ആക്കണം, അതായത് ഫ്രെയിം ആക്കിയിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ഫ്രെയിം കൊടുക്കണം എന്നൊരു ഇതുണ്ടായിരുന്നു. അങ്ങനെ അടുത്തുള്ള ഒരു സ്റ്റുഡിയോ ഞാൻ നോക്കിയിരുന്നു ഗൂഗിൾ മാപ്പിൽ. അങ്ങനെയാണ് അടുത്തുള്ളൊരു സ്റ്റുഡിയോ കണ്ടത്. അങ്ങനെ ആദ്യം ഒരു സ്റ്റുഡിയോയിൽ കയറിയിരുന്നു. ആ ഒരു സ്റ്റുഡിയോയിൽ കയറി ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു ഇത്, കാരണം ആദ്യം അവരൊരു ഫ്രെയിം കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതുപോലുള്ള വർക്ക് ഒരുപാട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ അധികം ചെയ്യുന്നത് കോട്ടയത്ത് നിന്നാണ്. ഇപ്പോൾ ഇന്നിപ്പോൾ ആരെങ്കിലും ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ കോട്ടയത്ത് നിന്നാണ് ഓർഡർ ചെയ്യാറുള്ളത്. അപ്പോൾ അവരെന്നെ ഡയറക്റ്റായിട്ട് ഫ്രെയിം ചെയ്ത് പ്രിൻറ്റ് ചെയ്തിട്ട് അവരെന്നെ ഡെലിവറി ചെയ്യും. എനിക്ക് ഇവിടുന്ന് സോഫ്റ്റ് കോപ്പി കോട്ടയത്തേക്ക് അയച്ചു കൊടുത്താൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ അവരാണ് അവിടുന്ന് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പക്ഷേ ഒരു 2 ദിവസം അതല്ല 3 ദിവസം എടുക്കും മിക്കവാറും. പക്ഷേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്നായിരുന്നു. ഓക്കെ, തലേന്ന് തന്നെ, അതായത് ഇപ്പോൾ ഇന്നലെയാണെന്നുണ്ടെങ്കിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റീച്ചിലോട്ട് അത് എത്തി. ഇന്നലെ തന്നെ ആയിരുന്നു അവർ ലൊക്കേഷൻ അയച്ചത്. മാത്രമല്ല അളിയന് ഒരു 2-3 ദിവസം കഴിഞ്ഞാൽ അവർ ഗൾഫിലേക്ക് പോകും. കാരണം അവരെ ഗൾഫിലാണ്, എല്ലാവരും ഗൾഫിലാണുള്ളത്. മാത്രമല്ല അളിയൻ്റെ വീട് വരുന്നത് കണ്ണൂർ തലശ്ശേരി ഭാഗത്താണ്. അപ്പോൾ കൊച്ചിൻ നിഫക്ക് ഒരു ആഗ്രഹം, സാറിൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നു. മാത്രമല്ല ആളെ വൈഫിനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, വീട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കൊച്ചിയിൽ തന്നെ വെക്കണം. കാരണം കൊച്ചിൻ നിഫ എന്നുള്ള പേരാണല്ലോ. അങ്ങനെ ആയിരുന്നു അവരവിടെ വീട് വെച്ചത്. ഓക്കെ, അപ്പോൾ അളിയനോട് പറഞ്ഞു, എടാ മാക്സിമം വരാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ വാട്ടോ, കാരണം അവിടെ കുറച്ച് ദിവസമേ ഉണ്ടാകുള്ളൂ. കാരണം അളിയനാണ്, നിങ്ങൾക്ക് ചിലപ്പോൾ കണ്ടാൽ മനസ്സിലാവും, എല്ലാ വീഡിയോസിലും അളിയനാണ് അവിടെ ഉണ്ടായിരുന്നത്. ബാക്കിയുള്ളവർ ഇൻട്രോവേർട്ടാണ്, അങ്ങനെ സംസാരിക്കാറില്ല എന്നാണ് അളിയനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ മാക്സിമം പറഞ്ഞു നാളെ തന്നെ വരാമെന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാൻ പെട്ടെന്ന് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കൊരു ഫ്രെയിം കോട്ടയത്ത് നിന്ന് പോയിട്ടത് ഓർഡർ ചെയ്ത് ഇങ്ങോട്ട് വരാൻ അത്യാവശ്യം നല്ല സമയം എടുക്കും. അതായത് 2 ദിവസം 3 ദിവസം എടുക്കും. അപ്പോഴത്തേനും അളിയൻ ഗൾഫിലോട്ട് പോയിട്ടുണ്ടാകും. ഞാൻ അവരോട് പറഞ്ഞു ഞാൻ എന്നാൽ നാളെ തന്നെ വരാം. അപ്പോൾ അളിയൻ ഓക്കെ കുഴപ്പമൊന്നുമില്ല, ഈ ഉച്ചയ്ക്ക് ശേഷം വാ, കാരണം രാവിലെ ഞങ്ങൾ പുറത്ത് പോകണം. അവർ പഴയ വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ എന്തൊക്കെയോ കുറച്ച് പരിപാടീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഉച്ചയ്ക്ക് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു 11:45 12 മണിക്കാണ് ഞാൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. 12 മണിക്ക് ശേഷം ഞാൻ ജസ്റ്റ് ഓക്കെ അവിടെ അടുത്തുള്ള സ്റ്റുഡിയോയിലൊക്കെ നോക്കി. കാരണം ഞാൻ മെട്രോ വഴിയായിരുന്നു വന്നത്, പാലാരിവട്ടം അവിടെ നിന്ന് ഇറങ്ങി. ഓക്കെ, അങ്ങനെ അടുത്തുള്ള സ്റ്റുഡിയോ നോക്കിയപ്പോൾ ഈ സ്റ്റുഡിയോ കണ്ടു. ഫസ്റ്റ് സ്റ്റുഡിയോയിൽ കയറിയപ്പോൾ ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു, നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫ്രെയിം വേണം കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇവർ വീട്ടിലേക്കാണ് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ അവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചി പറഞ്ഞു, അയ്യോ ഞങ്ങൾ അത്ര വലിയ ക്വാളിറ്റി ഉണ്ടാകില്ല, എന്നാൽ മോനൊരു കാര്യം ചെയ്യുക, വേറെ അടുത്തുള്ള സ്റ്റുഡിയോ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ആ ഒരു സ്റ്റുഡിയോ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്.
അങ്ങനെ ആ ഒരു സ്റ്റുഡിയോയിൽ പോയി. ആ സ്റ്റുഡിയോയിൽ പോയപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല അവരുടെ സർവീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതായത് ഒരു കസ്റ്റമറിനെ എങ്ങനെ പെരുമാറണം എന്നുള്ള അവർ കറക്റ്റായിട്ട് അറിയായിരുന്നു. അങ്ങനെ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെ ഇവർ വീട്ടിലേക്ക് കാണുക. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫ്രെയിമാണ്. അതായത് ഇപ്പോൾ കണ്ടാലും നോർമൽ ഫ്രെയിം ആണെന്നുണ്ടെങ്കിലും അത് സൈഡിലൊക്കെ LED കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഫ്രെയിമാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ക്വാളിറ്റി ഫ്രെയിം മാത്രമല്ല നല്ല ക്വാളിറ്റി പ്രിൻ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങളിത് പാലാരിവട്ടമുള്ള ആളുകളാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ നമ്പറും പിന്നെ അതേപോലെ തന്നെ ഒരു പ്രൊമോഷനായിട്ട് കൂട്ടണ്ട. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഫ്രെയിം കാര്യങ്ങൾ കണ്ടതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അവരുടെ നെയിമും കാര്യങ്ങളും അവിടെ സൈഡിൽ കൊടുക്കാം. സോ നിങ്ങൾ പാലാരിവട്ടമുള്ള ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് മാക്സിമം ഫ്രെയിം എടുക്കാൻ നോക്കുക. കാരണം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫ്രെയിമാണ്. കാരണം നമ്മൾ ഈ ഒരു ഫീൽഡിൽ ഉണ്ടല്ലോ, നമുക്ക് ഏകദേശം അറിയാം ഏത് ഫ്രെയിം അത്യാവശ്യം ക്വാളിറ്റി, ഏത് പേപ്പറും കാര്യങ്ങളൊക്കെ ആയിരിക്കും അത്യാവശ്യം നല്ല ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാകുക. മാത്രമല്ല ഏത് പ്രിൻ്ററാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ. അപ്പോൾ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോസ് കാര്യങ്ങൾ അവിടെ സൈഡിൽ കൊടുക്കുക. നിങ്ങൾ തന്നെ ജസ്റ്റ് നോക്കിയാൽ മതി, അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അവർക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, അളിയനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൻ സ്പോട്ടിൽ തന്നെ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു ഞാൻ ഇന്നലെ കോൺടാക്ട് ചെയ്ത ആളായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആളെന്നോട് പറഞ്ഞത് റബി ഇജ്ജ് എവിടെ എത്തിയെന്ന് ആണ് എന്നോട് ഇങ്ങോട്ട് സംസാരിച്ചത്. അപ്പോൾ തന്നെ സത്യം പറഞ്ഞൊരു ആശ്വാസമായിരുന്നു. പക്ഷേ ഫസ്റ്റ് ടൈം നല്ല പേടി ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ഫസ്റ്റ് ടൈം ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ലല്ലോ. ഇതുപോലെ സെലിബ്രിറ്റീസിനെ ഇങ്ങനെ കാണുമ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു നടൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പേടി എനിക്ക് നന്നായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പേടിയിലായിരുന്നു ഞാൻ അവരോട് സംസാരിച്ചു. പക്ഷേ അവരൊക്കെ അതൊരു എന്താ പറയുക വളരെ കൂളായിട്ടാണ് അവർ എടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇത് ഞാൻ ഉള്ളതുപോലെ ഇങ്ങനെ തുറന്ന് പറയാം കേട്ടോ. ഞാൻ ഇന്നലെ പോയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മിച്ചിങ്ങനെ എടുത്ത് പറയുന്നതാണ്. അങ്ങനെ അതിനുശേഷം ഞാൻ നേരെ വീട്ടിലേക്ക് എത്തിയതിന് ശേഷം അവിടെ എത്തിയപ്പോൾ എനിക്ക് തോന്നുന്നൊരു 3 മണി 3:45 ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലേക്ക് എത്തിയതിന് ശേഷം അളിയൻ നേരെ എന്നോട്, അതായത് കുച്ചനീഫ സാറിൻ്റെ അളിയനാണ്. ഓക്കെ, അപ്പോൾ അളിയൻ ഫിറോസ് ഖാൻ ആളെ പേര്. അപ്പോൾ ആള് എന്നോട് നേരെ ഡയറക്റ്റായിട്ട് പറയുകയാണ് എനിക്ക് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷൂട്ട് ചെയ്തോട്ടെ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഓക്കെ, കാരണം ഞാൻ നേരെ പോകുമെന്ന് ഞാൻ എൻട്രി തന്നെ അവർ എന്നോട് അങ്ങോട്ട് പറഞ്ഞു എനിക്ക് എന്തെങ്കിലും ഷൂട്ട് ചെയ്യണമെങ്കിൽ ഷൂട്ട് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. അതിന് തന്നെ പോയി സലാം കൊടുത്തു. അങ്ങനെ നേരെ അവരെ അകത്തേക്ക് കയറ്റി. അവിടെ കൊച്ചിനീഫ സാറിൻ്റെ മകൾ അവിടെ ഉണ്ടായിരുന്നു, അവരെ കണ്ടു. പിന്നെ അതേപോലെ തന്നെ അളിയനും അളിയൻ്റെ വൈഫും അളിയൻ്റെ മോളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അളിയൻ്റെ അതായത് കൊച്ചിനീഫ സാറിൻ്റെ വൈഫ് അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല, അവർ പുറത്ത് പോയതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവരെ മീറ്റാക്കാൻ കഴിഞ്ഞില്ല. പിന്നെ അവരെ മക്കളെ മീറ്റാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഫ്രെയിം നേരെ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. കൊടുത്ത അൺബോക്സിങ് കാര്യങ്ങളൊക്കെ അവിടെ സൈഡിൽ കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാനിവിടെ യൂട്യൂബിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് അവിടെ പോയിട്ടും കാണാവുന്നതാണ്. ഓക്കെ, അതിനുശേഷം നമ്മളവിടെ ഫ്രെയിം കാര്യങ്ങളൊക്കെ കൊടുത്തു. അതിനുശേഷം എനിക്ക് തോന്നുന്നു ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ കൊച്ചനീഫ സാറിൻ്റെ മകൾ കുറച്ച് ചോക്ലേറ്റ് ആയിട്ട് എനിക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഇത് കഴിച്ചോളെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അങ്ങനെ ഞാനത് കഴിച്ചു. അതിനുശേഷം ആളിനോട് ജസ്റ്റ് ചോദിച്ചു വീടൊന്ന് ജസ്റ്റ് കാണട്ടെ എന്നുള്ളത്. അളിയൻ കൂളായിട്ട് പറഞ്ഞു ഈ എവിടെ വേണമെന്നുണ്ടെങ്കിൽ കണ്ടോ, കുഴപ്പമൊന്നുമില്ല. എൻ്റെത് 16 Pro ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു ലൈറ്റ് അവിടെ നിങ്ങൾ ജസ്റ്റ് സോഷ്യൽ മീഡിയയിൽ കണ്ടാൽ മനസ്സിലാവും, ആ വീട് മൊത്തത്തിൽ ലൈറ്റാണ്. അപ്പോൾ എൻ്റെ 16 Pro ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പക്ഷേ അതിൽ എന്തൊക്കെയോ സംതിങ് വീഡിയോ എടുക്കുന്ന സമയത്ത് നല്ല ഒരു ക്വാളിറ്റി ഇല്ലാത്ത രൂപത്തിലാണ് കിട്ടിയിരുന്നത്. അപ്പോൾ അവരത് കണ്ടു ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു എടാ എന്നാൽ ഒരു കാര്യം ചെയ്ത് ഇതിലെടുത്തു എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ്റെത് ഒരു 70 Pro Max ആണ്. സോ അതെനിക്ക് തന്നു ഇതിലെടുത്തു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ബാക്കി കുറച്ച് വീഡിയോസ് ഞാൻ ഇതിലാണ് എടുത്തിരുന്നത്. ബാക്കി ഒരു 60% 70 Proയിലും 40% മാത്രമേ ഞാൻ ഇതിലെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, അതായത് 16 Proയിൽ. ഓക്കെ, കാരണം അത്രയും സപ്പോർട്ടായിരുന്നു. എന്നിട്ട് എൻ്റെ കയ്യിലായിരുന്നു ഒരു ഫോൺ ഉണ്ടായിരുന്നത്, മാത്രമല്ല ലോക്കും തുറന്നിട്ടായിരുന്നു എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും വിശ്വാസത്തോടെയാണ് എനിക്ക് തന്നിരുന്നത്. കാരണം അതൊക്കെ ഇങ്ങനെ ഓർത്തെടുക്കാൻ തന്നെ എന്തോ, ഒന്നാമത് അത്രയും വലിയ വീട്ടിലേക്കാണ് ഞാൻ പോകുന്നത്. ഒരു അനിയനെ പോലെ ആയിരുന്നു അവരെന്നോട് പെരുമാറിയിരുന്നത് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞാൻ മുകളിലൊക്കെ പോയി അതിൻ്റെ വീഡിയോസ് കാര്യങ്ങൾ അങ്ങനെ ഷൂട്ട് ചെയ്ത് വന്നപ്പോഴത്തിന് അളിയൻ്റെ വൈഫ് എനിക്ക് കുറച്ച് വെള്ളവും പിന്നെ അതേപോലെ തന്നെ ചോക്ലേറ്റും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിത് വേണ്ട ആവശ്യമില്ല, ഞാൻ ഫുഡ് കഴിച്ചിട്ടാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്നാലും ഈ കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞിട്ടാണ് അവർ എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മക്കൾ അനീഫ്ഖാൻ്റെ മക്കൾ പുറത്ത് പോകുമായിരുന്നു, അവരെന്തൊരു ആവശ്യത്തിന് പുറത്ത് പോകുമായിരുന്നു. പിന്നെ അവരോട് ഞാൻ കൂടുതൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് സംസാരിച്ചു, ഒരു 10 മിനിറ്റിൽ ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് സംസാരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ഒന്നാമത് അവരുടെ അങ്ങനെ സോഷ്യൽ മീഡിയ സംസാരിക്കും, നല്ല ഇൻട്രോവേർട്ടാണെന്ന് പറഞ്ഞ് അളിയനെ. അപ്പോൾ അവരങ്ങനെ കൂടുതൽ സംസാരിക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ടെന്ന് വെച്ചു. അപ്പോൾ അവരങ്ങനെ പുറത്ത് പോയി. അതിനുശേഷം അളിയൻ എൻ്റെ അടുത്ത് വന്നിരുന്നു.
എന്നിട്ട് എന്നോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ച് എന്താണ് പരിപാടി കാര്യങ്ങളൊക്കെ, എങ്ങനെ വീഡിയോ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ആണോ, എന്തൊക്കെ വീട്ടിൽ വിശേഷം കാര്യങ്ങളൊക്കെ അങ്ങനെ. അപ്പം ഞാൻ അങ്ങോട്ട് ഇൻ്റർവ്യൂ ചെയ്യേണ്ട ആൾ എന്നോട് ഇങ്ങോട്ടാണ് ചെയ്യുന്നത്, എന്തൊക്കെ സുഖവിവരങ്ങളും കാര്യങ്ങളൊക്കെ. കാരണം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടാൽ മനസ്സിലാവും, എല്ലാവരും അവിടെ പോയിട്ടാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത്. പക്ഷേ പുള്ളിക്കാരൻ എന്നെയാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത്. ഓക്കെ, എന്തൊക്കെ വിശേഷം കാര്യങ്ങളൊക്കെ, കോട്ടക്കൽ എവിടെ മീൻസ് മലപ്പുറം എവിടെ ഭാഗത്താണ് വരുന്നത്. നല്ലൊരു പെരുമാറ്റമായിരുന്നു കേട്ടോ അളിയൻ്റെ ഭാഗത്തൊക്കെയാണ്, നല്ലൊരു സംസാരം. പിന്നീട് എനിക്ക് മനസ്സിലായത്, മനസ്സിലാവുമല്ലോ ആൾക്ക് 50 വയസ്സിന് മുകളിൽ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ ശേഷമാണ് ആളിനോട് പറയാം, എനിക്ക് 50 വയസ്സൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഒരു നെട്ടലോടെയാണ് ഞാൻ അത് കേട്ടിട്ടുണ്ടായിരുന്നത്. കാരണം ആ ഒരു ഫിറ്റ്നസ്സും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു 40 വയസ്സ് 45 വയസ്സൊക്കെ പറയുള്ളൂ. പിന്നെ നല്ല സംസാരമായിരുന്നു, വൈഫാണെന്നുണ്ടെങ്കിലും, അതായത് അളിയൻ്റെ വൈഫാണെന്നുണ്ടെങ്കിൽ നല്ല സംസാരമായിരുന്നു. ഞാൻ പോകുന്ന സമയത്ത് പോലും ആൾ പറഞ്ഞ്, ആളെ വൈഫ് പറഞ്ഞ അവിടെ ഫുഡ് കഴിച്ചിട്ട് പോരെന്ന് പറഞ്ഞിട്ടാണ് എന്നെ അവിടെ നിന്ന് വിട്ടത്. നല്ല സംസാരം. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഫസ്റ്റ് ടൈം പോകുന്ന സമയത്ത് നല്ല പേടിയുണ്ടായിരുന്നു. കാരണം ഇത്രയും വലിയൊരു വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവരുടെ പെരുമാറ്റം കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് പോലും അറിയില്ല. കാരണം ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു സെലിബ്രിറ്റി വീട്ടിലേക്ക് പോകുന്നത്. മുന്നേ ഒരുപാട് സെലിബ്രിറ്റീസിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അത് അവരെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പൃഥ്വിരാജ് ആണെന്നുണ്ടെങ്കിൽ പോലും ഞാനൊരു ഫോട്ടോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫോട്ടോ അവർ കണ്ടിട്ടുണ്ടായിരുന്നു. പൃഥ്വിരാജ് അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, മീൻസ് സ്റ്റോറി കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പൃഥ്വിരാജിൻ്റെ അമ്മ അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ താഴെ, അതായത് നമ്മളിപ്പോൾ ചെയ്ത് കൊടുത്തേക്കുന്ന പൃഥ്വിരാജിൻ്റെ ആ ഒരു ഫോട്ടോൻ്റെ താഴെ ആളെ വൈഫ് കമൻറ്റും ചെയ്തിട്ടുണ്ട്. കാരണം എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എന്താ പറയുക, ഒന്നാമത് മടി കാരണം, പിന്നെ അവർ പോയി മീറ്റ് ചെയ്യേണ്ട അത്രയും വലിയ ആളുകളല്ലേ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പേടി കാര്യങ്ങളൊക്കെ നല്ല ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. പിന്നെ ഇതെന്തോ പെട്ടെന്നൊരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ വന്നു. മാത്രമല്ല ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ ഒരാൾ പറഞ്ഞപ്പോൾ എന്തോ സംതിങ് പോയി മീറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ അങ്ങനെ പോയി മീറ്റ് ചെയ്തതാണ്. ഇൻഷാ അല്ലാഹ് ഇനി ഇതുപോലെ ഒരുപാട്, ഇപ്പോൾ പൃഥ്വിരാജിന് നമ്മൾ ഈ ഒരു മുന്നേ ചെയ്തേക്കുന്ന ഫോട്ടോസൊക്കെ ഇനി അങ്ങോട്ട് കൊടുക്കാനുണ്ട്. അന്നൊന്നും പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു കണക്ഷൻസ് ഉണ്ടായിരുന്നില്ല കേട്ടോ, ഫസ്റ്റേ പറയാലോ. കാരണം ഞാൻ 2019 ഇതുപോലെ ഒരു എഡിറ്റിംഗ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഇത് ആരെ കണക്ട് ചെയ്യണം, അതായത് ഇതുപോലെ ഇങ്ങനെ സെലിബ്രിറ്റീസിൻ്റെ ഫോട്ടോസ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ പോസ്റ്റ് ചെയ്യല്ലോ, ചില സമയത്ത് അവരാകത്തില്ല ഇത് കാണുന്നത്, ചിലപ്പോൾ അവരുടെ മാനേജറോ ആരെങ്കിലുമൊക്കെ ആരും കാണുന്നത്. കാരണം ഇപ്പോൾ ഷൈനികത്തിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, പുള്ളിക്കാരൻ അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് ആളെ മാനേജറാണ് എനിക്ക് കോൺടാക്റ്റ് ചെയ്തത്. ഷൈനികത്തിന് വരച്ചു കൊടുത്ത ആ ഒരു ഫോട്ടോസ് ഉണ്ടല്ലോ, അതൊന്ന് എനിക്ക് ഷെയർ ചെയ്യുമോ എന്ന് പറഞ്ഞിട്ട്. കാരണം അവർക്കത് നേരെ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഷൈനികമല്ല അത് ഫേസ്ബുക്ക് മാനേജ് ചെയ്യുന്നത്, പിന്നീടാണ് മനസ്സിലായത് ആളെ മാനേജറാണ് അത് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒരുപാട് പേര് എനിക്കങ്ങനെ മിസ്സായിട്ടുണ്ട്. ഓക്കെ, ഡയറക്റ്റായിട്ട് ചിലപ്പോൾ അവർ കണ്ടിട്ടുണ്ടാകില്ല. മുന്നേ നമ്മളൊരു വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, ക്രിസ്ത്യാനോ റൊണാൾഡോൻ്റെ ഒരു ഫോട്ടോ ഇതേപോലെ വെച്ചിട്ട്. അന്ന് ഇതേമാതിരി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കമൻറ്റിൽ ഒരുപാട് പേര് ക്രിസ്ത്യാനെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ക്രിസ്ത്യാൻ്റെ ബ്രദർ ആരോ ആണ് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഡയറക്റ്റായിട്ട് ക്രിസ്ത്യാനെ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സോഷ്യൽ മീഡിയയാണ് സത്യം പറഞ്ഞാൽ എന്നെ ഇതുവരെ എത്തിച്ചേക്കുന്നതും നല്ല നല്ല മെമ്മറീസ് തന്നേക്കുന്നതും. ഇനിയും ഇൻഷാ അല്ലാഹ് ഒരുപാട് കാര്യങ്ങൾ. ഓക്കെ, കാരണം ഇപ്പോൾ ഒരുപാട് കണക്ഷൻസ് വന്നു. ഇന്ന് 2026 എത്തി നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 5-6 വർഷമായിട്ടുണ്ടാകും. ഇപ്പോൾ ബാക്കിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അന്ന് അത്രയും ഹാർഡ് വർക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചുള്ള റിസൾട്ട് അൽഹംദുലില്ലാഹ് എത്തിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഇൻ്റർനാഷണൽ ട്രിപ്പ് കാര്യങ്ങളൊക്കെ പോകാനും പറ്റിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, മാത്രമല്ല ഇപ്പോൾ 3000 സംതിങ് ക്ലയൻസ് അൽഹംദുലില്ലാഹ് ഉണ്ട്. എൻ്റെ നിങ്ങളിപ്പോൾ ഗൂഗിളിൽ റിവ്യൂ പാർട്ണർ ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ക്ലയൻസിൻ്റെ ഗൂഗിൾ റിവ്യൂസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറയാനുള്ളൂ. ഇപ്പോൾ കൊച്ചിൻ ന്യൂസാറിൻ്റെ വീടിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. പിന്നെ കണക്ഷൻസ് ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് കണക്ഷൻസ് ഇപ്പോൾ അൽഹംദുലില്ലാഹ് ഈ ഒരു ഇതിൽ വന്നപ്പോൾ എനിക്ക് ഒരുപാട്, ഇപ്പോൾ അന്നൊക്കെ മമ്മൂട്ടിനെ എങ്ങനെ കാണാൻ പറ്റും, ദുൽഖറിനെ എങ്ങനെ കാണാൻ പറ്റും, മോഹൻലാലിനെ എങ്ങനെ കാണാൻ പറ്റും എന്നുള്ള ഭയങ്കര ചിന്ത ഉണ്ടായിരുന്നു. കാരണം നമ്മൾ അത്രയും സമയം എടുത്ത് ചെയ്യുന്നൊരു വർക്കല്ലേ. അപ്പോൾ ഏതൊരു ആർട്ടിസ്റ്റിനാണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ ഏത് എഡിറ്ററിനാണെന്നുണ്ടെങ്കിലും അവർക്ക് ആഗ്രഹം ഉണ്ടാകും, ഓക്കെ ഇതെങ്ങനെയെങ്കിലും അവർ കാണണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അന്ന് നല്ലൊരു ആഗ്രഹം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇതെങ്ങനെ കാണിക്കും. കാരണം അതിലേക്ക് എത്തേണ്ട ഒരു സംഭവം എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്നിപ്പോൾ ഏതെങ്കിലും പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇത് ഡയറക്റ്റായിട്ട് അവരിലേക്ക് എത്തിക്കാനുള്ള പല വഴികളും ഇന്ന് എൻ്റെ ബാക്കിലുണ്ട്. മീൻസ് അതിൻ്റേതായിട്ടുള്ള ആളുകൾ എന്നെ ഫോളോ ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ. സോഷ്യൽ മീഡിയ മാനേജർ ഇപ്പോൾ ഓൾറെഡി എന്നെ കോൺടാക്റ്റും ചെയ്യാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ എന്തുണ്ടെന്നുണ്ടെങ്കിലും, ഇപ്പോൾ മമ്മൂട്ടിൻ്റെ ആകട്ടെ മോഹൻലാലിൻ്റെ ആകട്ടെ ആരുതാണെന്നുണ്ടെങ്കിലും നീ എഡിറ്റ് ചെയ്യും, നിനക്കെന്ത് ചെയ്യാം ഡയറക്റ്റായിട്ട് അവിടെ പോയി മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. പറഞ്ഞു വന്നത്
ഇത്രയേ ഉള്ളൂ. നിങ്ങളൊക്കെ ഇപ്പോൾ ഇതുപോലെ തന്നെ കോണ്ടന്റ് ക്രിയേഷനും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യണം, ഇതുപോലെ വീഡിയോസ് കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് വീട്ടമ്മമാർ, അവർ വെറുതെ ഇരിക്കായിരിക്കും. ഓക്കെ, വെറുതെ ഇരിക്കുക അങ്ങനെയല്ല പറയുന്നത് കേട്ടോ. ഓക്കെ, അതായത് അവർക്ക് എങ്ങനെയെങ്കിലും ക്യാഷ് കാര്യങ്ങളൊക്കെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. മാത്രമല്ല ഇന്ന് സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് എന്തുണ്ടാകും, പരസ്യങ്ങളുണ്ടാകും, വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ക്യാഷ് ഉണ്ടാക്കാം. പക്ഷേ അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്കില്ല് മതി. ഓക്കെ, ഫാഷൻ ഡിസൈനിങ് ആവും, ഇതേപോലെ തന്നെ ഫോട്ടോ മെർജിങ് ആകാം, പിന്നെ അതെല്ലാം എന്നുണ്ടെങ്കിൽ ഗ്രാഫിക് ഡിസൈനിങ് ആകാം. ഓക്കെ, ഇപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ് പറഞ്ഞപ്പോൾ ആണ് മനസ്സിലായി. ഞാൻ ഇപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ് ക്ലാസ്സും കാര്യങ്ങളും എടുക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അവിടെ പോയിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഗ്രാഫിക് ഡിസൈൻ, അതായത് ഫോട്ടോഷോപ്പിൽ നമുക്ക് എങ്ങനെ പോസ്റ്റർ ഡിസൈനിങ് കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ഓൾറെഡി മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവിടെ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ ഞാൻ അതല്ല പറഞ്ഞു വന്നത് കേട്ടോ. നിങ്ങളിപ്പോൾ ഗ്രാഫിക് ഡിസൈൻ കാര്യങ്ങൾ പഠിച്ച്, അതായത് നിങ്ങളിപ്പോൾ ഒരു പോസ്റ്റർ മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, നല്ല രീതിയിൽ നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള പോസ്റ്ററും കാര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് അതിൻ്റെ ഫോണുണ്ട്, അതെന്ത് ചെയ്യാം, ബിഹൈൻഡ് ദ സീൻസ് എന്ത് ചെയ്യുക, മാക്സിമം സോഷ്യൽ മീഡിയയിൽ അത് ഇടാം. ഓക്കെ, അല്ലാതെ നമ്മുടെ വർക്കിനെ പറ്റിയിട്ട് മാക്സിമം ഇടാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങൾ ചെയ്യുന്ന വർക്കുകളാണ് ആളുകൾ കാണാൻ താല്പര്യം. അപ്പോൾ ആ ഒരു വർക്ക് എന്ത് ചെയ്യുക, മാക്സിമം സോഷ്യൽ മീഡിയയിലില്ല. അപ്പോൾ അതുവഴി നമുക്ക് ഒരുപാട് ക്ലയൻസിനെ കിട്ടും. ഇന്നല്ലാന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഒരു 100 days ചലഞ്ച് വെക്കാം. ഓക്കെ, എന്നാലും ഡെയിലി കണ്ടൻറ്റ് എന്ത് ചെയ്യുക, ഓരോ ദിവസം ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ അതിലേതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾക്ക് ഒന്ന് റീച്ചായി പോയാൽ മതി. അപ്പോൾ തന്നെ അത്യാവശ്യം നല്ല എൻക്വയറീസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഓക്കെ, എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ അനീഫ് സാറിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വീട്ടിലേക്ക് പോയതും അവരുടെ ആ ഒരു എങ്ങനെയാണ് അവർ നമ്മളോട് പെരുമാറിയതെന്നൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് തുടർന്നും ഇതുപോലെ തന്നെ നല്ല നല്ല വീഡിയോസ് ഉണ്ടാക്കും. കാരണം നമുക്ക് യൂസ്വലി സാർ മീറ്റ് ചെയ്യാനുണ്ട്. കാരണം മുന്നേ ഒരു വർക്ക് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അത്. അങ്ങനെ ആൾ നമ്മളോട് ഒരു ഒരു ഫോട്ടോ കൂടെ ചെയ്തു തരുമെന്ന് പറഞ്ഞിട്ട് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി. മാത്രമല്ല ആ ഒരു സമയത്ത് ആൾ മീറ്റ് ചെയ്യണം. ഓക്കെ, യൂസ്വലി സാറിനെ മീറ്റ് ചെയ്യണം. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഹനാൻഷ അവർ വീഡിയോ കാര്യങ്ങളൊക്കെ പുതുതായി വെക്കുകയാണ്. അപ്പോൾ അതിലേക്ക് വലിയൊരു ഫ്രെയിം അവർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് സെലിബ്രിറ്റീസിൻ്റെ വീട്ടിലേക്ക് ഇതൊക്കെ പെയ്ഡ് വർക്കാണേ. ഓക്കെ, അപ്പോൾ ചിലർ പറയും ഇതൊക്കെ പ്രൊമോഷൻ വഴി ചെയ്യുന്നതല്ലേ എന്നുള്ളതല്ല. ഇപ്പോൾ യൂസുഫലിൻ്റെ ആണെന്നുണ്ടെങ്കിലും പിന്നെ അതേപോലെ തന്നെ ഹനാൻഷൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിലും പെയ്ഡ് വർക്കായിരുന്നു. അവർ പേയ്മെൻറ്റ് ചെയ്തിട്ടാണ് നമുക്ക് വർക്ക് തന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറയാനുള്ളൂ. ഇതിലൊക്കെ എന്തെങ്കിലും തെറ്റും കാര്യങ്ങളൊക്കെ മേ ബി ഉണ്ടാകാം. കാരണം ഞാൻ ഇങ്ങനെ ഡയറക്റ്റായിട്ട് ഇങ്ങനൊരു ലോങ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, തുടർന്നും നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആരെങ്കിലും അല്ലെങ്കിൽ അവർക്കൊക്കെ ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ നേരെ അവരിലേക്ക് ഷെയർ ചെയ്യാം, കാണട്ടെ. അതേപോലെ തന്നെ ബെല്ലൈക്കൺ കാര്യങ്ങളൊക്കെ എനേബിൾ ചെയ്യാം. നല്ല നല്ല വീഡിയോസുമായി വരുന്നതുവരെ ബൈ.